Okay, here problem number. Consider the random process x of t equal to a into cos omega t plus theta. A into cos omega t plus theta, where a is a random variable which follows uniform distribution on the interval minus kk. A is a random variable, അത് ഷോർട്ടായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്. Following uniform distribution on the interval minus k. അതുപോലെ theta is also another random variable. Theta is a random variable following uniform distribution. This u denotes uniform distribution on minus 5 pi. Also given that a and theta are independent. ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ടി is given. A is a uniform distribution. Theta is also a uniform distribution. A and theta are independent. Then we want to find mean of x of t, Rxx, that is autocorrelation, Cxx, autocovariance and variance. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം, കണ്ടുപിടിക്കണം. ഓക്കെ, ഫോർ ദാറ്റ് എന്തായിരുന്നു ഫോർമുല? നമുക്കറിയാം എ ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ എയുടെ പി ഡി എഫ് എന്താ വരിക? എസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ബിലോങ്സ് ടു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. അതിൻ്റെ പി ഡി എഫ് എന്ന് പറയുന്നത് 1/b മൈനസ് എ. ബി എന്ന് പറയുന്നത് കെയും എ മൈനസ് കെ ആയതുകൊണ്ട് ബി മൈനസ് കെ എന്ന് വെച്ചാൽ ബി മൈനസ് എ എന്ന് വെച്ചാൽ 2k വരും. 1/b മൈനസ് എ ഫോർ എക്സ് ബിലോങ്സ് ടു എ ആൻഡ് ബി എന്നുള്ളതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ പി ഡി എഫ് വരിക. സോ ഇവിടെ നമുക്ക് വരിക this is equal to 1/2k into 2k for minus k to k and 0 otherwise എന്നുള്ള രീതിയിലാണ്. അതുപോലെ തീറ്റ ഈസ് ഓൾസോ എ റാൻഡം വേരിയബിൾ വിച്ച് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ട് അതിൻ്റെ പി ഡി എഫ് വരിക 1/2 മൈനസ് പൈ ടു പൈ എന്നുള്ള രീതിയിലാണ്. ആൻഡ് എ ആൻഡ് തീറ്റ ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി. അതാണല്ലോ മീൻ. mu is equal to expectation of x of t, which is equal to expectation of x of t എന്ന് വെച്ചാൽ a into cos of omega t plus theta. Okay, now ഇവിടെ a and theta are independent എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു തീറ്റ എന്നുള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് തീറ്റ എന്ന് വരും. അതുപോലെ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് എഴുതാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കാര്യം, സിൻസ് എ ആൻഡ് തീറ്റ ആർ ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നൗ എക്സ്പെക്റ്റേഷൻ ഓഫ് എ എന്തായിരുന്നു? A is uniformly distributed. Here expectation of A എന്താ വരുന്നത്? A is uniformly distributed. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് ജനറൽ ഫോർമുല a+b/2 ആണ്. അപ്പോൾ മൈനസ് കെ ടു കെ എന്നുള്ള ഇൻ്റർവെല്ലാകുമ്പോൾ a+b/2 എന്താ വരിക? k പ്ലസ് മൈനസ് കെ ഹോൾ ഡിവൈഡ് ബൈ 2 0 വരും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എ 0 വരും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്താവും? 0 ഇൻറ്റു കോസ് ഒമേഗ ടി. എക്സ്പെക്റ്റേഷൻ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ വരും. സോ ഇ ഓഫ് എക്സ് ഓഫ് ടി വിൽ ബി 0. ഓക്കെ, മീൻ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. മീൻ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ്പെക്റ്റേഷൻ ഓഫ് എ 0 ആയതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടിയും 0 വരും. ഓക്കെ, അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. ഓട്ടോ കോറിലേഷൻ അതെങ്ങനെയാണ് ഫോർമുല? എക്സ്പെക്റ്റേഷൻ ഓഫ് Rx x ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് t1 ഇൻറ്റു എക്സ് ഓഫ് t2, വിച്ച് ഇസ് ഇ ഓഫ് എ cos
ഒമേഗ T1 പ്ലസ് തീറ്റ ഇൻറ്റു ഒമേഗ എ കോസ് ഒമേഗ T2 പ്ലസ് തീറ്റ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരും? ജസ് ഇ ഓഫ് നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഡിപെൻഡൻസ് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇ ഓഫ് എ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് കോസ് ഒമേഗ T1 പ്ലസ് തീറ്റ ഇൻറ്റു കോസ് ഒമേഗ T2 പ്ലസ് തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെയും ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. അതിന് ഇ ഓഫ് എ സ്ക്വയറും ഈ രണ്ട് ക്വാണ്ടിറ്റീസും സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫോർമുല ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. യൂസിങ് ഇൻഡിപെൻഡൻസ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇ ഓഫ് എ സ്ക്വയർ സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കുക. അതുപോലെ ഇ ഓഫ് കോസ് ഒമേഗ T1 പ്ലസ് തീറ്റയും കോസ് ഒമേഗ T2 പ്ലസ് തീറ്റയും കണ്ടുപിടിക്കുക. ഇ ഓഫ് എ സ്ക്വയർ എന്തായിരിക്കും? ഇ ഓഫ് എ സ്ക്വയർ എ എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ് വിച്ച് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. സോ മൈനസ് കെ ടു കെ ഇ ഓഫ് എ സ്ക്വയർ വരിക മൈനസ് കെ ടു കെ എ സ്ക്വയർ ഇൻറ്റു ഇവിടുത്തെ റാൻഡം വേരിയബിളിൻ്റെ വേരിയബിളായിട്ട് എ ആണ് എടുക്കുന്നത് 1/2k dA എന്ന് വരും. ഓക്കെ, അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് k²/3 എന്ന് കിട്ടും. ഇ ഓഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു k²/3 എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇതുപോലെ നമ്മളിനി കണ്ടുപിടിക്കേണ്ടത് ദിസ് വൺ ഇ ഓഫ് കോസ് ഒമേഗ T1 പ്ലസ് തീറ്റ കോസ് ഒമേഗ T2 പ്ലസ് തീറ്റ. അതിന് വേണ്ടിയിട്ട് കോസ് എ ഇൻറ്റു കോസ് ബി ഫോർമുല എന്താ വരിക? അത് ഉപയോഗിക്കണം. കോസ് എ ഇൻറ്റു കോസ് ബി എന്ന് പറയുന്നത് 2 കോസ് എ ഇൻറ്റു കോസ് ബി എന്ന് പറയുന്നത് കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ആണ്. 2 കോസ് എ കോസ് ബി എന്ന് പറയുന്നത് 2 കോസ് എ അല്ലെങ്കിൽ എ എന്ന് ഉദ്ദേശിച്ച് ഇവിടെ വേരിയബിൾ ആയിട്ടാണ്, നമ്മൾ മുകളിൽ പറഞ്ഞ എ അല്ല. അല്ലെങ്കിൽ 2 കോസ് എക്സ് കോസ് വൈ എന്ന് പറയുന്നത് വിച്ച് ഇസ് കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർമുല യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കോസ് യു കോസ് വി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കോസ് യു മൈനസ് കോസ് യു പ്ലസ് വി പ്ലസ് കോസ് യു മൈനസ് വി എന്ന് വരും. വി യു ഈക്വൽ ടു ഒമേഗ T1 പ്ലസ് തീറ്റ വി ഈക്വൽ ടു ഒമേഗ T2 പ്ലസ് തീറ്റ. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് കോസ് യു കോസ് വി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് കോസ് ഒമേഗ T1 മൈനസ് ഒമേഗ T2 എന്ന് കിട്ടും. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെയാണ്. അത് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. which is equal to integral minus pi to pi 1/2 into cos of T1 u1 plus u2 എന്ന് പറയുന്നത് ഒമേഗ T1 പ്ലസ് തീറ്റ പ്ലസ് ഒമേഗ T2 പ്ലസ് തീറ്റ വരും പ്ലസ് so even before that integration എടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വരും? പുറത്തു വരും. സോ ഇൻ്റഗ്രേഷൻ എടുക്കുന്നതിന് മുമ്പ് ഈവൻ ബിഫോർ ഇൻ്റഗ്രേഷൻ ഇറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എന്തായിരുന്നു ഈ കോസിൻ്റെ ടേംസിൽ വരുന്നത്, അതായത് 1/2 ഇൻറ്റു കോസ് ഓഫ് ഒമേഗ T1 പ്ലസ് ഒമേഗ T2 പ്ലസ് 2 തീറ്റ എന്ന് വരും. അതാണ് ഒമേഗ u1 പ്ലസ് u2 വരിക. ദെൻ പ്ലസ് ഹാഫ് ഇൻറ്റു കോസ് ഓഫ് ഒമേഗ T1 മൈനസ് ഒമേഗ T2 വരും. തീറ്റയും ക്യാൻസൽ ചെയ്ത് പോകും മൈനസിൻ്റെ കേസിൽ. നൗ രണ്ടാമത്തെ ടേമിൽ തീറ്റ ഇല്ലാത്തതുകൊണ്ട് അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് ഫസ്റ്റ് ടേം മാത്രം കണ്ടാൽ മതിയാണ്.
അവിടെ മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ആ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈനാണ്, അതുപയോഗിച്ച് ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ടേം 0 ആയി പോകുന്നതായിട്ട് കാണാം. 0 ആയി പോയാൽ ബാക്കി ഉണ്ടാവുക 1/2 cos ഒമേഗ T1 പ്ലസ് ഒമേഗ T2 എന്നുള്ള ഈ ഒരു പോർഷൻ മാത്രമേ ബാക്കിയാവുള്ളൂ. ഓക്കെ, അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് expectation of cos u cos v equal to half into cos omega T1 minus T2. So Rxx of T1 T2 എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് E of a square into this, so this is k square by 6 into omega T1 minus T2 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ദാറ്റ്സ് ദ ആൻസർ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിമിലർലി ഇതുപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് x of t equal to b into cos 50t plus 5, where b is a random variable having mean equal to 0. b is a random variable with the mean of b equal to 0, variance of b equal to 1, and 5 is a random variable. ഏത് റാൻഡം വേരിയബിളാണ്? ഫോളോയിങ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓൺ -π. uniformly distributed on -π. Also b and 5 are independent. b and 5 are independent. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് മീൻ ആൻഡ് ഓട്ടോ കോറിലേഷൻ, അതാണ് ക്വസ്റ്റ്യൻ. ഇത് മുമ്പ് നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി, ഇ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ ഓഫ് ബി കോസ് 50t പ്ലസ് 5 ആണ്. ഇൻഡിപെൻഡൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഓഫ് ബി ഇൻറ്റു ഇ ഓഫ് കോസ് 50t പ്ലസ് 5 എന്ന് എഴുതാം. ഇ ഓഫ് ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വിച്ച് ഈസ് 0. സോ മീൻ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. 0 ഇൻറ്റു സംതിങ് ഇസ് 0. ദെൻ ഓട്ടോ കോറിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും കോസ് എ കോസ് ബി ഫോർമുല കണ്ടെത്തണം. Rxx ഓഫ് ദിസ് ഈസ് ദ ഫോർമുല. അതിൽ ഇ ഓഫ് ബി സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കുക. ഇ ഓഫ് ബി സ്ക്വയർ ഇസ് വേരിയൻസ് ഓഫ് ബി പ്ലസ് ഇ ഓഫ് ബി സ്ക്വയർ എന്ന് പറയും. നമുക്കറിയാം വേരിയൻസ് ഓഫ് ബി എങ്ങനെയാണ് കിട്ടുന്നത്? എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ബി ദ ഹോൾ സ്ക്വയർ. ഇത് 0 ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയർ നമുക്കറിയില്ല, വേരിയൻസ് നമുക്കറിയാം, വേരിയൻസ് 1 ആണ്. അപ്പോൾ ഇ ഓഫ് ബി സ്ക്വയർ എന്ത് വരും? 1 + 0 1 എന്ന് വരും. സോ വേരിയൻസ് ഓഫ് ഇ ഓഫ് ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. പിന്നീട് ഇ ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് കോസ് യു കോസ് വി വേണം. അത് കണ്ടുപിടിക്കാനായിട്ട് ഹാഫ് ഓഫ് കോസ് യു മൈനസ് വി പ്ലസ് കോസ് യു പ്ലസ് വി എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുക. എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ വരും. എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പത്തെ പ്രോബ്ലത്തിൽ വന്ന അതേ രൂപത്തിൽ തന്നെ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് കോസ് 50 ഇൻറ്റു T1 മൈനസ് T2 എന്ന് കിട്ടും. ഓക്കെ, സോ Rxx ഓഫ് T1 T2 എന്ന് പറയുന്നത് ദാറ്റ് ഇൻറ്റു 1 ആയിരിക്കും. 1 ആണല്ലോ ഇ ഓഫ് ബി സ്ക്വയർ കിട്ടി. സോ ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. അതൊന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കൂടുതൽ പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.